സുഹൃത്തുക്കളെ, ജമാഅത്തെ ഇസ്ലാമി ആ, ഒരു വർഗീയ സംഘടനയല്ല. മുൻപുള്ള പല നിലപാടുകളും അവർ തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി പരസ്യ പിന്തുണ നൽകുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നതാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് വി സതീശനാണ്. ഇതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ കാര്യം, PDP പിന്തുണയ്ക്കുന്നു LDFനെ എന്നുള്ളതാണ്. PDP ഒരു പീഡിത വിഭാഗമാണ് എന്നാണ് ഇക്കാര്യത്തിൽ MV ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ലോകത്താകമാനം വർഗീയ നിലപാടുള്ള കക്ഷിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് MV ഗോവിന്ദൻ പറയുകയും ചെയ്യുന്നു. അതായത് നിലമ്പൂരിൽ LDFന് പിന്തുണ PDP, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFന്. അതായത് വലിയ വർഗീയതയ്ക്കെതിരെ വലിയ രാഷ്ട്രീയ പോരാട്ടം നൽകുന്ന കേരളത്തിലെ മതേതര മുന്നണികൾ എന്ന് വിശേഷിപ്പിക്കുന്ന UDFൻ്റെയും LDFൻ്റെയും സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന നേതാക്കൾ നിലപാട് പറയുന്ന നേതാക്കളുടെ അഭിപ്രായമാണ്. ഏതെങ്കിലും ലോക്കൽ നേതാക്കളല്ല പറഞ്ഞിരിക്കുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയല്ല എന്നാണ് VD സതീശൻ പറയുന്നത്. അതായത് UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഇനി ആകെ ഒരേ ഒരു വർഗീയ സംഘടന മാത്രമേ ഉള്ളൂ. അത് RSS ആണ്. RSSും BJPയും മാത്രമാണ്. ബാക്കി ജമാഅത്തെ ഇസ്ലാമി, അതായത് മതരാഷ്ട്രവാദം കൊണ്ടുവരുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി, അതാണ് അവരുടെ സങ്കല്പം എന്ന് പറയുമ്പോൾ അല്ല, അങ്ങനെയൊന്നുമില്ല. അവർ പല കാലത്തും പല നിലപാടുകൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ജമാഅത്തെ ഇസ്ലാമി ആണ് വ്യക്തമാക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനാധിപത്യത്തോട് സഹകരിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഒരു കാലത്തെ നിലപാട്. അതേ ജമാഅത്തെ ഇസ്ലാമി പിന്നീട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. ഈ ഹലാൽ സ്നേഹ ലവ് പോലുള്ള സിനിമകളിൽ പറയുന്നില്ലേ, അവരുടെ എല്ലാത്തിനും ഇപ്പോൾ അതിൻ്റെ ഡയറക്ടർ ആര് വേണം, അതൊരു പൊതുമുഖം വേണം, അതായത് മുസ്ലിം അല്ലാത്ത ഒരാൾ വേണം. അങ്ങനെ ഒളിച്ചു കടത്തലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീം എന്ന സിനിമ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ. ഇപ്പോൾ പ്രമോദ് രാമനല്ലേ മീഡിയ വണ്ണിൻ്റെ തല, നമുക്കതിനോടൊക്കെ ചേർത്ത് വായിക്കേണ്ടി വരും. ഇനിയിപ്പോൾ പ്രമോദ് രാമൻ എന്നുള്ളൊരു പേര് ഒരു ഹിന്ദു നാമധാരിയുടെ പേരാണ്. അങ്ങനെയുള്ള ഒരു നാമധാരിയെ കൊണ്ടിരുത്തുക എന്നുള്ളത് ബോധപൂർവം ചെയ്യുന്നതാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി പലപ്പോഴും ഒളിച്ചല്ല രാഷ്ട്രീയം, അതായത് നേരിട്ടല്ല രാഷ്ട്രീയം പറയുന്നത്, ഒരു പിന്നിൽ ഒളിപ്പോരിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക, ഒന്ന് മാറി നിന്നുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായി രാഷ്ട്രീയത്തെ മാറ്റിയെടുക്കുക എന്ന തന്ത്രമാണ് ഉള്ളത്. അത് ഈ പല വിഷയങ്ങളിലും ഫലസ്തീൻ വിഷയത്തിലടക്കം അവരുടെ നിലപാടുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അവർ അതിനനുസരിച്ച് ഫലസ്തീൻ്റെ ഇരകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകത്തെ മറ്റൊരിരകളും ഇപ്പോൾ ഈ മുസ്ലിം തീവ്ര വിഭാഗങ്ങൾ കൊല ചെയ്യുന്ന മറ്റൊരു വിഷയങ്ങളെക്കുറിച്ചും അവർക്ക് പ്രശ്നമില്ല. ആകെ ഫലസ്തീൻ മാത്രമാണ് അവരുടെ പ്രശ്നം. തിരിച്ച് ഉണ്ടാകുന്ന ഒരു അറ്റാക്കുകളും അവർ കാര്യമായി കാണുന്നുമില്ല. അപ്പോൾ അതാണ് അവരുടെ ഒരു നിലപാട്. അപ്പോൾ ആ സംഘടനയാണ് മതേതര സംഘടന എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ആളുകളെ എങ്ങനെയൊക്കെയാണ് ഇവർ പറ്റിക്കുന്നത്, ഇവർക്ക് മതേതര മുഖംമൂടിയാണ് ഉള്ളത് എന്നുള്ളതാണ്. തൊട്ടിപ്പുറത്ത് നോക്കൂ, CPMൻ്റെ നിലപാടാണ്. PDP, അതായത് അബ്ദുൽ നാസർ മദനിയുടെ PDP ഒരു പീഡിത വിഭാഗമാണ് കേരളത്തിലെ എന്നാണ്. അതായത് പാവങ്ങളാണ്, പഞ്ചപാവങ്ങളാണ്, അവർക്ക് വർഗീയതയോ അതൊന്നും അവർക്കില്ല. അവർക്ക് പണ്ടെന്നോ ഉണ്ടായിരുന്നു, അതൊക്കെ അവർ മാറ്റി എല്ലാം ശരിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ കോൺഗ്രസ് നൽകുന്നൊരു മറുപടി രസകരമാണ്. ഈ CPMനൊപ്പം ആരൊക്കെ ചേർന്നാലും ആ സമയത്ത് അവരുടെ ഒപ്പം ചേരുന്നവരെല്ലാം മതേതരവാദി എന്നുള്ളതാണ് CPMൻ്റെ നിലപാട്. പച്ച യാഥാർത്ഥ്യമാണ് ആ കോൺഗ്രസ് പറഞ്ഞത്. എന്നിട്ട് കോൺഗ്രസ് പോയി ജമാഅത്തെ ഇസ്ലാമിയുടെ പോക്കറ്റിൽ കൈയിടുന്നു എന്നുള്ളതാണ് ഇപ്പുറത്തെ കോമഡി. രണ്ടുപേരും കൂടി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. രണ്ട് വർഗീയ സംഘടനകളുമായി ചേർന്ന് നിന്നുകൊണ്ട് പറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരേ ഒരു സംശയമാണ് ഇക്കാര്യത്തിൽ ബാക്കിയുള്ളത്. എന്തുകൊണ്ടാണ് PDPയെ ഇടതുമുന്നണി LDFൻ്റെ ഒരു പാർട്ട്ണറാക്കി അലയൻസിനുള്ളിൽ പെടുത്താത്തത്? എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായ വെൽഫെയർ പാർട്ടിയെ ഉള്ളിൽപ്പെടുത്താത്തത്? ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം ഇവർ പലരും സംശയത്തിൻ്റെ നിഴലിലാണ്. കാരണം കേരളത്തിലൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തി എന്തുകൊണ്ട് UDF ഉപയോഗിക്കുന്നില്ല? അങ്ങ് എടുത്താൽ പോരെ. അങ്ങനെ എടുക്കില്ല. കാരണം ഇവരുടെ ഉള്ളിൽ അറിയാം, ഇവരുമായിട്ടൊരു അണ്ടർഗ്രൗണ്ട് പരിപാടിയെ പാടുള്ളൂ. പുറത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ മറ്റു വിഷയങ്ങളിലേക്കൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ അത് UDFനെ ആകെ ബാധിക്കുന്ന ഒരു നിലപാടുണ്ടാകും, അല്ലെങ്കിൽ LDFനെ ബാധിക്കുന്ന നിലപാടുണ്ടാകും. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഇവർ ഇത്രയും തുറന്ന് പറഞ്ഞിരിക്കുന്നു ഒരു മതേതര പാർട്ടിയാണ്. പിന്നെ ഇനി എന്താണ് പ്രശ്നം? UDFന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായ വെൽഫെയർ പാർട്ടിയെ മുന്നണിയിൽ അങ്ങ് എടുത്താൽ പോരെ. എന്തുകൊണ്ടാണ് എടുക്കാതിരിക്കുന്നത്? അതാണ് തീർച്ചയായും ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇനി അതിലേക്ക് കൂടി പോവുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഇവരിപ്പോൾ ഉപയോഗിച്ച ശേഷം പിന്നിൽ കൂടിയാണ് ഇവരുടെ സഹായമല്ല, നേരിട്ട് സഹായിക്കില്ല. ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ
കേസുകളിലോ മറ്റു കാര്യങ്ങളിലോ എന്ത് തരത്തിലുള്ള ആവശ്യങ്ങൾ അവരുടെ ആളുകൾ നിയമിക്കുന്നതിലോ ഒക്കെ വേണ്ട സഹായങ്ങൾ കൊടുക്കും. ഈ സംഘടനകളെയൊക്കെ സംബന്ധിച്ച് അത് കിട്ടിയാലും മതി, അവരുടെ ആളുകളെ ഒന്ന് ഹാപ്പിയാക്കി നിർത്തുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇപ്പോൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ വേണ്ടെന്ന് പറയുന്ന LDF, വർഗീയ കക്ഷി എന്ന് പറയുന്ന LDF 2011 തെരഞ്ഞെടുപ്പ് സമയത്ത് ആലപ്പുഴയിൽ വെച്ച് CPM നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPMനായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവ് അമീർ എന്നവർ പറയും, അദ്ദേഹം ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ചർച്ച നടത്തിയത്. രഹസ്യ ചർച്ചയായിരുന്നു, അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പങ്കെടുത്തത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയനാണ്. അതായത് ഈ പിണറായി വിജയൻ തന്നെ പോയിരുന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ കാല് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. നമുക്കറിയാം, മലപ്പുറത്ത് ഒരു സമയത്ത് അവിയൽ സഖ്യം എന്നൊക്കെ ലീഗ് കളിയാക്കിക്കൊണ്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമി എല്ലാം കൂടെ ചേർന്നിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു. പല മുന്നണികൾ, പല പക്ഷത്തുള്ള പാർട്ടികളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സഖ്യം. അന്നും അവിടെയും ഇവർ ചേർന്നിട്ടുണ്ട്. SDPI എത്രയോ ഇടങ്ങളിൽ ഇപ്പോൾ എന്താ പറയുക, പത്തനംതിട്ട നഗരസഭയിലടക്കം SDPIക്ക് എന്താ പറയുക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൊക്കെ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്, എൻ്റെ ഓർമ്മയിൽ അതാണ് വരുന്നത്. അതുപോലെ കോട്ടാങ്ങൽ പഞ്ചായത്താണെന്ന് തോന്നുന്നു. ഇങ്ങനെ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പിന്നിൽ നിന്നുള്ള സപ്പോർട്ടാണ്, മുന്നിൽ നിന്ന് കാണിക്കില്ല. കാരണം ജനങ്ങൾ മണ്ടന്മാരാണല്ലോ, ജനങ്ങളോട് തുറന്ന് കാണിക്കില്ല. ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളുടെ പിന്തുണ അല്ല വന്നത് എന്നൊക്കെ പറഞ്ഞു നിന്നുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു പരിപാടി മാത്രമാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും ഇമാതിരി അഭ്യാസങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, ജനങ്ങൾ മണ്ടന്മാരാണ്. ജനങ്ങളെ എങ്ങനെ മണ്ടന്മാരാക്കാം എന്നുള്ളതിൽ ഇവർ മത്സരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവാത്തത്, ഇവർ എന്തുകൊണ്ടാണ് RSSനെ മാത്രം വർഗീയ കക്ഷിയായി കാണുന്നതും ഇവരെ കാണാത്തതും. ശരിയാണ്, ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായി RSS നിൽക്കുമ്പോൾ, രാജ്യം ഭരിക്കുമ്പോൾ, അങ്ങനെ ഒന്നിനെ കാണിച്ച് ഇപ്പോഴത്തെ മുസ്ലിങ്ങൾക്കിടയിൽ വികാരം ഉണ്ടാക്കി അവരെയും കൂടെ ഇതിനെതിരെ തിരിച്ച് അങ്ങനെ ഒരു വോട്ട് ബാങ്കാണല്ലോ, ആ വോട്ട് ബാങ്കിനെ തിരിച്ച് സ്വന്തം കയ്യിലേക്ക് എത്തിക്കുക എന്ന തന്ത്രമാണ് ഇക്കാര്യത്തിൽ ഇരു പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇനി UDF അവിടെ ജയിക്കാം എന്നാണ് കരുതുന്നത്. നോക്കൂ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ ആദ്യം പ്രകടനം നടത്തിയത് കോൺഗ്രസ്സുകാർക്കൊപ്പം SDPIക്കാരാണ്. ഒപ്പം എന്ന് വെച്ചാൽ ഒരുമിച്ചല്ല, അവിടെ അതിൻ്റെ മുന്നിൽ പ്രകടനം നടത്തിയവരാണ് SDPI പ്രവർത്തകർ. അങ്ങനെ SDPI, ജമാഅത്തെ ഇസ്ലാമി, PDP, അങ്ങനെ എല്ലാ സംവിധാനങ്ങളുമായിട്ട് ഇവരെല്ലാം കൂട്ടുകൂടും. മതേതര കക്ഷികളാണ്, മറക്കരുത്. പക്ഷേ എന്നിട്ട് BJPയും RSSനെ അവരാണ് വർഗീയ സംഘടനകൾ എന്ന് പറയുകയും ചെയ്യും. എന്തൊരവസ്ഥയാണല്ലേ കേരളത്തിലെ ഇത് നടക്കുള്ളൂ, ഇങ്ങനെ ഒളിഞ്ഞുള്ള രാഷ്ട്രീയം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത്? അത് കമൻറ്റായി പറയുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.